എന്താ 293 ഭരണഘടന എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നു. എടുത്തു വെച്ച് വായിക്കണം, അപ്പൊ മനസ്സിലാവും. 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ് ആണ്, കിഫ്ബി സ്റ്റേറ്റ് അല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, എന്താണ് സ്റ്റേറ്റ്? കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പറയുന്ന ഒരു കാര്യമല്ലേ? കണക്കുകളൊന്നും ശരിയാകുന്നില്ല ലോകങ്ങാര. ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം. അങ്ങ് ആ പ്രസംഗമുള്ള കുട്ടിയും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, ഇന്ത്യയിൽ എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ആ സ്റ്റേറ്റ് ആണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്. തൃപ്പൂണിത്തുറ അംഗം എന്നെ പഠിപ്പിച്ചെന്നാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ല. എന്റെ തൃപ്പൂണിത്തുറ അംഗം ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 12 ഒരുപാട് സ്റ്റേറ്റ് വേറെ ഉണ്ട്. സുപ്രീം കോടതി വിധി ഇഷ്ടംപോലെ ഉണ്ടായി. ഇയാളെ ഇപ്പം തിരുത്താൻ നോക്കിയാലും അയാളത് ഉൾക്കൊള്ളില്ല. അയാൾ തന്നെ അയാളെ ഒരു ബുദ്ധിജീവിയായിട്ട് കാണുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തെ കാണുന്ന ഒരു ബുദ്ധിജീവിയായിട്ടാണ്. തിരുത്താൻ നമുക്ക് വരത്തില്ല. അവർ സ്വയം മനസ്സിലാക്കി വരുമ്പോൾ ചിലപ്പോൾ വർഷങ്ങളോട് എടുക്കും. കേട്ടമ്മാണിയുടെ സമയത്ത് നമുക്കറിയാം, കമ്പ്യൂട്ടറൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് അതിന്റെ മുകളിലൊക്കെ കയറി നേരങ്ങി ബേളം ഉണ്ടാക്കി, അതൊക്കെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ട കാര്യമാണ്. പക്ഷെ അവരാരും അതിനെ അംഗീകരിക്കത്തില്ല. ആ പാർട്ടിയും ആ പാർട്ടിയുടെ പ്രവർത്തകരും അതൊന്നും അംഗീകരിക്കത്തില്ല. അവർ പറഞ്ഞു അങ്ങനെ സംഗതി നടന്നിട്ടില്ല, മീഡിയാസ് തെറ്റായ രീതിയിൽ പറയുന്നതാണ്. അവരിപ്പോഴും അതിനെ അംഗീകരിച്ചിട്ടില്ല. മുകളിലത്തെ തട്ടിന് ക്യാപ്സൂൾ കൊടുക്കും, ആ ക്യാപ്സൂൾ താഴെ തട്ടിലോട്ട് കൊടുത്തു